എന്തൊരു സൗണ്ട് ഇതിനകത്ത്. ഇത്ര ദിവസമായി മനുഷ്യൻ കിടന്ന് ഉറങ്ങിയിട്ട് ഇന്ന് ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുള്ള കാര്യമുള്ളൂ. 2 ദിവസമായിട്ട് ഭയങ്കര ഗ്യാസിന്റെ പ്രശ്നമുണ്ട്. അതാവും ഈ പോണത്, അല്ലാണ്ട് വേറെ ഒന്നല്ലടോ. ഗ്യാസോ? അതാണ് പിന്നെ സഹിക്കാം. ഇത് കൂർക്കം വലിയല്ലോ, ഒരുമാതിരി പാറ പൊട്ടിക്കുന്ന സൗണ്ട്. എല്ലാത്തിനും കൂടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഏതെങ്കിലും രാത്രി കിടന്ന് കൂർക്കം വലിച്ച് ബഹളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എടുത്ത് ഞാൻ പുറത്തിടും, കേട്ടല്ലോ. എടോ, നീ ഇവനെങ്ങാനാണോ? ഇവനാ? നല്ല ആളാ. ഇയാളൊന്നും ഉറങ്ങിയിട്ട് വേണ്ടേ കൂർക്കം വലിക്കാന്? ഫുൾ ടൈം ഫോണിൽ കുറുകലല്ലേ. ഞാൻ ലൈറ്റ് ഓഫ് ഒക്കെ പോണേ. തുടങ്ങി തുടങ്ങി ഇന്ന് ഞാൻ അവനെ പൂട്ടും. വൃത്തികെട്ടവൻ. മോനെ മോനെ എന്നിട്ട് എനിക്ക് പോരുമ്പോ ആ പുതപ്പും തലങ്ങളും കൂടി ഇങ്ങ് എടുത്തോ. സമാധാനമായി. നീ ഒന്ന് കിടന്നുറങ്ങാം. ഇളയവൻ പിന്നെ വന്ന അവനല്ല. ഇന്ന് ഞാൻ ശരിയാക്കിയിട്ടുള്ള കാര്യം. നിന്നെ പുറത്താക്കിയാ? ആടോ, ഇന്നെ അങ്ങേര് ഇനി പുറത്താക്കി. ഞാൻ കൂർക്കം വലിച്ചിട്ടൊന്നുമില്ല അവിടെ റൂമില്. എന്നെ നേരത്തെ പുറത്താക്കിയിരിക്കുന്നു. ഇതാരാ പുറത്ത്? ഓനെ പുറത്താക്കിയാ? ഓനെ കൂർക്കം വെച്ച് പുറത്താക്കിയൊന്നല്ല മോനെ, ഓനെ കുറുകിട്ട് പുറത്താക്കിയതാ. ഞമ്മക്ക് 3 ആൾക്ക് ഒന്നിച്ച് കിടക്കാം ഇവിടെ. ഏതായാലും ഇതാ, നീ കിടക്ക്, നമുക്ക് ഒരുമിച്ച് എടുക്കാം. ഏതാരടാ പിന്നെ കുറക്കണേ? ഇവരല്ലല്ലോ, പിന്നെ ആരാ? ആ ഗിറുകിറാക്കണല്ലത്. ഞാനല്ല. എന്താണ് പണ്ടറിഞ്ഞ് ഇവിടുന്ന് പുറത്താക്കുക? എന്താണ് പ്രശ്നം? അതാ ഗിറുകിറാക്കുന്ന സൗണ്ടാണല്ലോ. നമ്മക്കാളേ പൊക്കിയെടുത്ത് പുറത്തു കൊടുത്തിട്ടല്ലോ. എങ്ങനെ എന്ത് കാണാടോ? അല്ല നിങ്ങളെന്താ ഇപ്പൊ ഇവിടെ? അല്ല ഞാനെന്താ ഇപ്പൊ ഇവിടെ? ഇതേ കൂർക്കം പിടിക്കണോടെ കെടുത്തുന്ന സ്ഥലമാണ്.
അതിന് ഞാൻ കൂർക്കം വലിക്കുന്നുണ്ടോ? അതിന് നിങ്ങളല്ലേ വലിക്കണുള്ളൂ. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും റൂമിൽ തന്നെ പോയി കിടക്കാം. അതാ അതിന്റെ ഒരു ശരി അല്ലേ?